ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 5 പ്രഭാത പ്രാർത്ഥന 5-ാം അധ്യായത്തിൻ്റെ 1-2 വചനങ്ങൾ ഇപ്രകാരം നാം വായിക്കും. കർത്താവെ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. എൻ്റെ രാജാവേ, എൻ്റെ ദൈവമേ, എൻ്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ. അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവ്, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. നമ്മുടെ നെടുവീർപ്പുകൾ പോലും പ്രാർത്ഥനയായി സ്വീകരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മളെ എന്നേക്കുമായിട്ട് ഒരിക്കലും ദൈവം ഉപേക്ഷിക്കുകയില്ല. പഴയ നിയമത്തിലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട്. 14-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നാം കാണും, സിംഹക്കുഴിയിൽ അകപ്പെട്ടിരിക്കുന്ന ദാനിയേൽ പ്രവാചകന് അപ്പവും കറിയുമായി ഹബക്കുക്ക് പ്രവാചകനെ അയക്കുമ്പോൾ ദാനിയേൽ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്. 38-ാമത്തെ വചനം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ന്റെ. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. സിംഹക്കുഴിയിൽ കിടക്കുമ്പോഴും ദാനിയേൽ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ഗദ്ഗതങ്ങൾ പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുന്നുണ്ട്. ദാനിയേൽ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ഒരിക്കലും ദൈവം ഉപേക്ഷിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിലെ ചില സഹനങ്ങളിലൊക്കെ മറ്റുള്ളവരെ കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ദൈവം ഒരുക്കുന്ന അവസരങ്ങളാകാം. പൂർവ്വപിതാവായ യോസഫിൻ്റെ ജീവചരിത്രം നമുക്കറിയാം. വീണ്ടും ദാനിയേലിൻ്റെ സഹനങ്ങളും അവൻ്റെ അടിയുറച്ച വിശ്വാസവും കണ്ട് ബാബിലോൺ രാജാവും ജനങ്ങൾ മുഴുവൻ മാനസാന്തരപ്പെടുന്നത് നാം വായിക്കുന്നുണ്ട്. 14-ാം അധ്യായത്തിലെ 41 മുതലുള്ള വചനങ്ങൾ പ്രകാരമാണ്. രാജാവ് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, കർത്താവെ, ദാനിയേലിൻ്റെ ദൈവമേ, അങ്ങ് അത്യുന്നതനാണ്. അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈ ദൈവത്തെ നമുക്ക് നിരന്തരം വിളിച്ച് അപേക്ഷിക്കാം. സങ്കീർത്തനം 34-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം ഇപ്രകാരമാണ്, നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് അവിടുന്ന് രക്ഷിക്കുന്നു. വീണ്ടും പഴയ നിയമത്തിലെ തോബിത്തിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. സാറായും തോബിത്തും ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം ഇപ്രകാരമാണ്, ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹനീയ സന്നിധിയിൽ എത്തി. അപ്പോൾ നമ്മുടെ ഓരോ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുന്നുണ്ട്. പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നെടുവീർപ്പുകൾ, ഗദ്ഗതങ്ങൾ അത് ദൈവം അറിയുന്നുണ്ട് എന്ന് വിശ്വസിക്കുക. ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവം നമ്മെ സഹായിക്കാനായിട്ട് കാത്തിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ ഓരോ ദിവസവും പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.